യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ഉം 29-ഉം വചനം വായിക്കാം. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇവിടെ യഹൂദരുടെ ചോദ്യവും ഈശോയുടെ ഉത്തരവും ആണ് ഉള്ളത്. ഈശോ കൊടുക്കുന്ന ഉത്തരം ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇപ്പൊ പ്രവൃത്തികൾ നമുക്കറിയാം 2 തരത്തിലുണ്ട്. കാണപ്പെടുന്ന പ്രവൃത്തിയും കാണപ്പെടാത്ത പ്രവൃത്തിയും. അപ്പോൾ ഈ കാണപ്പെടാത്ത പ്രവൃത്തി ജ്ഞാനികൾക്കും അതുപോലെ തന്നെ ഹൃദയത്തിൽ മാനസാന്തരം യഥാർത്ഥമായി സംഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആന്തരികമായ പ്രവൃത്തി. അപ്പോൾ ഈ ആന്തരികമായ പ്രവൃത്തി എങ്ങനെയാണ് നടക്കുന്നത്? അത് ആന്തരിക മനുഷ്യനെ വളർത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അതാണ് നമുക്ക് 2 കൊരിന്തോസ് 4:16 കാണാൻ സാധിക്കുന്നത്. നശ്വരതയിലുള്ള പ്രത്യാശ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. എഫേഷ്യൻസ് 3:16. എഫേഷ്യൻസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും. ഈ ആന്തരിക മനുഷ്യൻ വളരുന്നത് വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ ഈ വിശ്വാസം ബാഹ്യ പ്രവർത്തികളോട് മാത്രം കേന്ദ്രീകരിച്ചതാണെങ്കിൽ അതിന് വെറും മാനുഷികമായ ഫലമേ ഉള്ളൂ, ദൈവികമായ ഫലം ഇല്ല. റോമ 4:2. റോമ 4:2. അബ്രഹാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിൽ അല്ലെന്നു മാത്രം. ദൈവസന്നിധിയിൽ അത്തരം പ്രവർത്തികൾക്ക് വലിയ വിലയൊന്നുമില്ല, വെറും ബാഹ്യമായ പ്രവൃത്തിയാണെങ്കിൽ. എങ്കിലും ആന്തരികമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളുണ്ട്, അല്ലാത്തതുമുണ്ട്. യാക്കോബ് 2:26. യാക്കോബ് 2:26. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. ആന്തരികമായിട്ട് വിശ്വാസമില്ലാത്ത പ്രവൃത്തികളല്ല നമ്മളെ നയിക്കേണ്ടത്. ഇനി ഈ ഒരു പ്രവൃത്തി നമ്മളിൽ സംഭവിക്കുന്ന ഈ പ്രവൃത്തി തന്നെ ദൈവകൃപയാലാണ് സംഭവിക്കുന്നത്. ആ അധ്വാനം അത് മറ്റെല്ലാവരേക്കാൾ കൂടുതലുമായിരിക്കും. പക്ഷെ അത് ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, കൃപയാണ് പ്രവർത്തിക്കുന്നത്. 1 കൊരിന്തോസ് 15:10. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. കൊളോസസ് 1:29. കൊളോസോസ് 1:29. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. നമുക്ക് വിശ്വാസം ലഭിച്ചെങ്കിൽ അത് ദൈവദാനമാണ്. അതിൽ നമ്മൾ ആരും അഹങ്കരിക്കേണ്ടതില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ആന്തരിക മനുഷ്യനും അതിനനുസരിച്ച് നമ്മളിലെ ബാഹ്യ പ്രവൃത്തിയും വളരെ നല്ലതായിരിക്കാം, ദൈവികമായിരിക്കാം. പക്ഷെ അതിലൊന്നും അഹങ്കരിക്കാൻ പാടില്ല. കാരണം ആ വിശ്വാസം ദൈവദാനമാണ്. എഫേഷ്യൻസ് 2:8-9. എഫേഷ്യൻസ് 2:8-9. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. റോമ 11:6. റോമ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാൽ അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. റോമ 9:16. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. തീത്തോസ് 3:5.
5. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. അങ്ങനെയെങ്കിൽ വിശ്വാസം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഏശയ്യ 26:12. ഏശയ്യ 26:12. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഇത് പ്രചോദിപ്പിക്കുന്നത്, നമ്മുടെ ബാഹ്യപ്രവൃത്തികളെ പ്രചോദിപ്പിക്കുന്നത് ഈ ദൈവ പ്രവൃത്തിയാണ്. ആന്തരികമായി നടക്കുന്ന വിശ്വാസത്തിലെ വളർച്ച. ഫിലിപ്പിയർ 2:13. ഫിലിപ്പി 2:13. എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഈ ഒരു വിശ്വാസത്തിന് മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതിനാൽ അതിനോട് യെസ് പറയുന്നതാണ്. ആ യെസ് പറയുന്നതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ബാഹ്യപ്രവർത്തികൾ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന് മാത്രമായി മാറും. അല്ലാത്ത പക്ഷം ബാഹ്യപ്രവർത്തികൾ സ്വാർത്ഥപരവും സ്വന്തം മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കും. ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് എല്ലാം, ഒരു ചെറിയൊരു പ്രവൃത്തി പോലും അത് ദൈവമഹത്വത്തിനായിരിക്കും. 1 കൊരിന്തോസ് 10:31. 1 കൊരിന്തോസ് 10:31. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. കൊളോസോസ് 3:24. കൊളോസോസ് 3:24. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. എഫേഷ്യൻസ് 6:7. എഫേഷ്യൻസ് 6:7. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഇതുകൊണ്ടാണ് ഈശോ അന്ത്യദിനത്തിൽ നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചെയ്ത ശുശ്രൂഷ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ഉത്തരവും ആ അവസാനം അതിൽ പറയുന്നൊരു കാര്യം, അതായത് മത്തായി 25:41 മുതൽ 44 വരെ വായിക്കണം. ഇത് കർത്താവിന് വേണ്ടിയാണ് ഈ പ്രവർത്തികൾ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന സാമൂഹിക പ്രവൃത്തി മാനുഷിക സ്നേഹത്തിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രവൃത്തിയുടെ പങ്കാളികളാകാനല്ല, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം എത്തേണ്ടത്. മത്തായി 25:41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. മത്തായി 25:41 മുതൽ 44 വരെ. അനന്തരം അവൻ തന്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. പ്രൈസ് ദ ലോർഡ്.